Hi, in this session we are going to discuss the superposition of progressive waves. So this is the question we are asking. What happens if we set up progressive waves of several different wavelengths on a long string or other such medium? അതായത് ഒരു ലോങ് സ്ട്രിങ് എടുത്തിട്ട് അതിൽ ഒന്നിലധികം ഡിഫറെന്റ് വേവ്സ് ഉണ്ടെന്ന് കരുതുക, ഡിഫറെന്റ് വേവ് ലെങ്ത്സ് ഉള്ള വേവ്സ് ഉണ്ടെന്ന് കരുതുക, റൈറ്റ്? ആൻഡ് ദെൻ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ? ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കേസ് എടുക്കാം. ദ സിംപ്ലസ്റ്റ് കേസ് ഇസ് ദാറ്റ് ഓഫ് ടു വേവ്സ് ഓഫ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ്. ഒരേ ആംപ്ലിറ്റ്യൂഡ് ഉള്ള രണ്ട് വേവ്സ്. ഓക്കെ, രണ്ടും ഒരേ ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്, ബോത്ത് ട്രാവലിംഗ് അലോങ് ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. റൈറ്റ്? അപ്പൊ അവയുടെ ഇക്വേഷൻസ് ദേ ആർ ഡിസ്ക്രൈബ്ഡ്, ദിസ് ട്രാവലിംഗ് വേവ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ബൈ ദീസ് ഇക്വേഷൻസ്. y1 is equal to a sin 2 pi by lambda 1 x minus vt. y2 is equal to a sin 2 pi by lambda 2 x minus vt. ഓക്കെ, അപ്പൊ ഇതിന്റെ ആദ്യത്തെ വേവിന്റെ വേവ് ലെങ്ത് ലാംഡ 1, രണ്ടാമത്തെ ലാംഡ 2 എന്നാണ് എടുത്തിരിക്കുന്നത്. ദീസ് ആർ വേവ്സ് ഓഫ് ഡിഫറെന്റ് വേവ് ലെങ്ത്സ്. ഓക്കെ, and they have the same amplitudes. We are considering two waves of the same amplitude. Okay, this x minus vt means that it's moving towards the right. Okay, അപ്പോൾ ഇത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതാണ്, ഇതും റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. Okay, so we have got two waves traveling in the x direction with the same speed, same amplitude, but different wavelengths lambda 1 and lambda 2. Okay, ഈ y1 y2 എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ സ്ട്രിങ്ങിലുള്ള വേവ്സ് ആണ് പറയുന്നതെങ്കിൽ ആ സ്ട്രിങ്ങിന്റെ ഡിസ്പ്ലേസ്മെന്റ്സ് ആണ്. Right? The displacement of the string as a function of x and t. Okay, അതാണ് y1. ഇത് y2 എന്ന് പറയുന്നത് സെക്കൻഡ് വേവ്. y1 എന്ന് പറയുന്നത് ഫസ്റ്റ് വേവ് കാരണമുള്ള ഡിസ്പ്ലേസ്മെന്റ്സ് ആണ്, y2 എന്ന് പറയുന്നത് സെക്കൻഡ് വേവ് കാരണമുള്ള ഡിസ്പ്ലേസ്മെന്റ്സ് ആണ്. ഓക്കെ, ഇനി ഈ സ്ട്രിങ്ങിലൂടെയുള്ള ഏത് വേവ് മോഷനെയും ഗവേൺ ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. ദിസ് ഇസ് ദ ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ. ഓക്കെ, ഇപ്പൊ സ്ട്രിങ്ങിലൂടെയുള്ള വേവ് മോഷൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ that will be governed by this wave equation. അതായത് y1 of x comma t will satisfy this differential equation. y2 of x comma t will also satisfy the same differential equation. Okay, ഇനി ഈ ഇക്വേഷന് ഒരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഇക്വേഷൻസിന് ഒരു പ്രത്യേകതയുണ്ട്. This is called a linear differential equation. ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. അതായത് y1 y2 എന്നിവ ഇതിന്റെ സൊല്യൂഷൻസ് ആണെങ്കിൽ, റൈറ്റ്, അങ്ങനെയാണെങ്കിൽ y1 plus y2 എന്ന് പറയുന്നതും ഇതിന്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. റൈറ്റ്, ഇൻ ജനറൽ ay1 plus by2 എന്നെടുത്താലും അത് ഈ ഇക്വേഷനെ തന്നെ സോൾവ് ചെയ്യും. റൈറ്റ്, ഇറ്റ്സ് ഈസി ടു ചെക്ക്. ഇപ്പൊ ഇത് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആണ് y1 ആൻഡ് y2 എങ്കിൽ ay1 plus by2 എന്ന് പറയുന്നതും ഈ ഇക്വേഷന്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും എന്ന് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. റൈറ്റ്, സോ ഐ ലീവ് ഇറ്റ് ആസ് ആൻ എക്സർസൈസ് ഫോർ യു ടു ചെക്ക് ദിസ്. ഇതിപ്പോ രണ്ടെണ്ണം അല്ലെ എത്ര എണ്ണം ഉണ്ടെങ്കിലും വി ക്യാൻ സൂപ്പർപോസ് ആൻഡ് ദെൻ ദാറ്റ് വിൽ ബി എ സൊല്യൂഷൻ ടു ദ സെയിം ഇക്വേഷൻ. റൈറ്റ്, അതുകൊണ്ട് ഈ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് പറയുന്നത്, ഓരോ പോയിന്റിലുള്ള റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് പറയുന്നത് ഇറ്റ് വിൽ ബി എ സം ഓഫ് y1 ആൻഡ് y2, ആക്ച്വലി എ വെക്ടർ സം ഓഫ് y1 ആൻഡ് y2. റൈറ്റ്, അത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുക്കുകയാണെങ്കിൽ, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു പെർട്ടിക്കുലർ ടൈം എടുക്കുകയാണെങ്കിൽ അവിടെ y1 കാരണമുള്ള ഡിസ്പ്ലേസ്മെന്റും y2 കാരണമുള്ള ഡിസ്പ്ലേസ്മെന്റും നമ്മൾ വെക്ടോറിയലി ആഡ് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിലുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് വരും. റൈറ്റ്, ദിസ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, y at a point x comma t, right, at a point x and at a time t is equal to the vector sum of the contributions from the wave y1 and from the wave y2. Okay, so y can be written as y1 plus y2. This is equal to a sin 2 pi by lambda 1 x minus vt plus sin 2 pi by lambda 2 x minus vt. ഇവിടെ a എന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തൊരു കാര്യം ഈ രണ്ട് വേവിനും ഒരേ വെലോസിറ്റി ആണെന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ the combined disturbance actually moves like a structure of unchanging shape. ഈ രണ്ട് വേവിനും ഒരേ വെലോസിറ്റി ആണ്, ഒരേ സ്പീഡിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. റൈറ്റ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ കമ്പൈൻഡ് ഡിസ്റ്റർബൻസിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാത്ത രീതിയിൽ തന്നെയായിരിക്കും അത് സ്ട്രിങ്ങിലൂടെ മൂവ് ചെയ്യുക. റൈറ്റ്, വിൽ സീ ദിസ് തിങ്സ്. സോ ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് എ വേവ് ഓഫ് എ സിംഗിൾ വേവ് ലെങ്ത്. റൈറ്റ്, if you look at a wave of a single wavelength, അതായത് നമ്മൾ ഇവിടെയുള്ള sin 2 pi by lambda 1 x minus vt എന്നുള്ള സിംഗിൾ വേവ് ലെങ്ത് ഉള്ള ഒരു വേവിനെ നോക്കുകയാണെന്ന് കരുതുക. Alright, you can see that it's like a rigid sine curve moving along at speed v. ഈ സ്ട്രിങ്ങിൽ ഒരു റിജിഡ് സൈൻ കർവ്, റൈറ്റ്, v എന്നുള്ള സ്പീഡിൽ മൂവ് ചെയ്ത് പോകുന്നതായിട്ടാണ് നമുക്ക് ഈ വേവിനെ ഒബ്സർവ് ചെയ്യാൻ കഴിയുക. റൈറ്റ്, അതായത് ഈ
y1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന വേവ് എന്ന് പറയുന്നത്, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, it will be like a rigid sine curve moving along at speed v. Right? അതുപോലെ this also will be a fixed shape moving with a particular speed, right? Moving with a specific speed without changing shape. Right? അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള ഒരു ഷേപ്പ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കോമ്പിനേഷന്റെ ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ t equal to 0, റൈറ്റ്, ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. റൈറ്റ്, ഈ രണ്ട് വേവ്സും സ്ട്രിങ്ങിലുണ്ട്. t equal to 0 എന്നുള്ള ടൈമിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഇക്വേഷൻ t equal to 0 എന്ന് ഇട്ടാൽ മതി. then you get y is equal to a sin 2 pi x by lambda 1 plus sin 2 pi x by lambda 2. Right? ഇവിടെ എന്താണ് തരുന്നത്? This is the displacement as a function of x at a specific time. ഒരു സ്പെസിഫിക് ടൈമിൽ ഓരോ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. റൈറ്റ്, അതായത് എക്സ് എന്ന് പറയുന്ന സ്ട്രിങ്ങിന്റെ ഓരോ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് തരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ ആവണമെന്നില്ല. സൈൻ വേവ് ആണെങ്കിൽ ഈ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. റൈറ്റ്, നമ്മൾ ഈ പറഞ്ഞ വേവിന്റെ ഷേപ്പ് ഇറ്റ്സ് ഡിറ്റർമിൻഡ് ബൈ ദിസ് ഫംഗ്ഷൻ. റൈറ്റ്, ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദിസ് ഫംഗ്ഷൻ. അപ്പൊ അത് പ്ലോട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വേവിന്റെ ഷേപ്പ് എന്തായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Alright, but let's do a little bit more work on this equation before plotting it. Okay, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സൂപ്പർപോസ്ഡ് വേവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് കൺവീനിയന്റ് ടു ഇൻട്രൊഡ്യൂസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ വേവ് ലെങ്ത്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. 1/λ1 1/λ2 എന്നുള്ള ടേംസ് ഉണ്ട്. റൈറ്റ്, ഈ 1/λ എന്നുള്ളതിനെ നമുക്ക് വേവ് നമ്പർ എന്ന് വിളിക്കാം. വിൽ കോൾ ഇറ്റ് ആസ് k. Alright, അപ്പോൾ ഈ വേവ് നമ്പർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നും ലിറ്ററേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള വേവ് നമ്പർ ഉണ്ടെന്നൊക്കെ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ലെറ്റ്സ് നോട്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഈ ചാപ്റ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് k is equal to 1/λ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ വേവ് നമ്പർ ആക്ച്വലി തരുന്നത് ഇറ്റ് ഗീവ്സ് യു ദ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ മീറ്റർ. ഒരു മീറ്ററിൽ ആക്ച്വലി എത്ര കംപ്ലീറ്റ് സൈക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ് ഈ വേവ് നമ്പർ പറഞ്ഞു തരുന്നത്. അതായത് it gives us the number of waves in a sense, right, within a unit distance. അതുകൊണ്ടാണ് നമ്മൾ വേവ് നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പൊ k എന്നുള്ളതിന്റെ ടേംസ് നമ്മൾ ഇതിനെ മാറ്റി എഴുതുകയാണെങ്കിൽ നമുക്ക് y is equal to, again at t equal to 0 we can write it as y is equal to a sin 2 pi k1x plus sin 2 pi k2x. അതായത് ഇവിടെ k1 എന്ന് പറയുന്നത് 1/λ1 ഉം k2 എന്ന് പറയുന്നത് 1/λ2 ആണ്. ഓക്കെ, ഇതിനെ വീണ്ടും നമുക്ക് മാറ്റി എഴുതാം. we can make some rearrangements here. Right, we can write it in this form. Y is equal to, so let's say after some algebra, after some simplification or after some algebra, we can bring it to this form. Right, ഈ ഫോമിലേക്ക് കൊണ്ടുവരാം. 2a cos pi k1 minus k2x sin pi k1 plus k2x അല്ലെങ്കിൽ sin 2 pi k1 plus k2 divided by 2x. Right, ഈ ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. Right, the steps are quite simple. Right, you can do it by yourself. സ്റ്റെപ്സ് ഞാൻ ഇവിടെ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തതാണ് സൈൻ 2a പ്ലസ് സൈൻ 2b എന്നുള്ള ഫോമിലാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടത് അല്ലേ. അതായത് സൈൻ വി ഹാഡ് സൈൻ 2 പൈ k1x പ്ലസ് സൈൻ 2 പൈ k2x. ഇതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. റൈറ്റ്, ദിസ് ഇസ് ഓഫ് ദ ഫോം സൈൻ 2a പ്ലസ് സൈൻ 2b. റൈറ്റ്, അപ്പോൾ സൈൻ 2a പ്ലസ് സൈൻ 2b എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം. ദിസ് ഇസ് റിട്ടൺ ആസ് സൈൻ a പ്ലസ് b പ്ലസ് a മൈനസ് b. റൈറ്റ്, ഇത് രണ്ടും ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2a എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ ടേമിനെ സൈൻ 2b എന്നുള്ളതിനെ സൈൻ a പ്ലസ് ബി മൈനസ് a മൈനസ് ബി എന്ന് എഴുതാം. ഇത് രണ്ടും ആഡ് ചെയ്താൽ 2b എന്ന് തന്നെ കിട്ടും. റൈറ്റ്, പക്ഷേ ഈ ഫോമിൽ എഴുതി കഴിയുകയാണെങ്കിൽ നമുക്ക് പരിചയമുള്ള ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിക്കാം. ദിസ് ഇസ് ഓഫ് ദ ഫോം സൈൻ എക്സ് പ്ലസ് വൈ. ദിസ് ഓഫ് ദ ഫോം സൈൻ എക്സ് പ്ലസ് വൈ. റൈറ്റ്, അപ്പോൾ ആ ഫോമിൽ നമുക്ക് ഉപയോഗിക്കാം. സൈൻ എക്സ് പ്ലസ് വൈ ഇസ് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് വൈ, sorry, sin x cos y plus, let me just write it down here, sin x plus y is equal to sin x cos y plus sin y cos x. Right, അതുപോലെ sin x minus y ആണെങ്കിൽ it's the same terms with a minus sign here. Right, അപ്പോൾ ഇവിടെ x ന്റെ സ്ഥാനത്ത് a plus b യും y യുടെ സ്ഥാനത്ത് a minus b യും ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടേം നമ്മൾ എഴുതുകയാണെങ്കിൽ it becomes sin x cos y. Right, a plus b എന്ന് പറയുന്ന x ന്റെ സ്ഥാനത്തും a minus b y യുടെ സ്ഥാനത്തുമാണുള്ളത്. Right, so this is sin a plus b cos a minus b plus sin y cos x. Right, ഈ ആദ്യത്തെ ടേം തന്നെയാണ്. Right, അല്ലെങ്കിൽ ഇനി നമുക്ക് cos x sin y എന്ന് എഴുതാം. So this is cos a plus b sin a minus b.
റൈറ്റ്. അതുപോലെ രണ്ടാമത്തെ ടേം നമ്മൾ എഴുതുകയാണെങ്കിൽ സൈൻ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ മൈനസ് സൈൻ വൈ കോസ് എക്സ് എന്നുള്ള രീതിയിൽ എഴുതണം. റൈറ്റ്. അത് എഴുതി കഴിയുമ്പോൾ വിൽ ഗെറ്റ് ടേം ലൈക്ക് ദിസ്. ഇവിടെ നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് വി സി ദാറ്റ് ഈ ടേമും ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് 2 സൈൻ എ പ്ലസ് ബി കോസ് എ മൈനസ് ബി എന്നുള്ളതാണ്. റൈറ്റ്. അതുകൊണ്ട് തന്നെ സൈൻ 2 പൈ കെ വൺ എക്സ് പ്ലസ് സൈൻ 2 പൈ കെ ടു എക്സ് ഈ ഫോർമുല പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? 2 സൈൻ പൈ k1 plus k2x cos pi k1 minus k2 x എന്ന് എഴുതാം. Right? It's just this formula in action. Okay. So these are the resultant displacements as a function of x. Okay. ഇതാണ് resultant displacement as a function of x. അതായത് you are looking at the displacements on the string at a particular time t equal to 0. അതായത് you are looking at snapshot at a particular time. അപ്പോൾ നമുക്ക് കിട്ടുന്നത് we get the disturbance as a function of x. അതായത് സ്ട്രിങ്ങിന്റെ ഓരോ പോയിന്റും എത്രത്തോളം ഡിസ്പ്ലേസ്ഡ് ആവുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. റൈറ്റ്. അപ്പൊ ഇത് നമുക്ക് പ്ലോട്ട് ചെയ്യാം. വി ക്യാൻ പ്ലോട്ട് ദിസ് y ആസ് എ ഫംഗ്ഷൻ ഓഫ് x ഓർ ദ ഡിസ്പ്ലേസ്മെന്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് x. റൈറ്റ്. അങ്ങനെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഈ രീതിയിലുള്ള ഒരു ഫോമാണ്. റൈറ്റ്. യു സീ ദാറ്റ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഇൻ x ദ ആംപ്ലിറ്റ്യൂഡ് ഇസ് 0 ആൻഡ് ദെൻ ദ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസസ് ലൈക്ക് ദിസ്. ഓക്കെ. ഇത് എൻറ്റയർലി ഒരു സൈൻ വേവ് അല്ല, ഈ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോമാണ്. റൈറ്റ്. The amplitude ഇങ്ങനെ കൂടി വരികയാണ് and then it increases to a maximum and then again it decreases and then goes to 0. ഈ രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സൈൻ വേവ് ഉണ്ട് അല്ലേ? ഇവിടെയുള്ള വേവ് നമ്പർ എന്ന് പറയുന്നത് k1 plus k2 ആണ്. Yes, there are a number of oscillations corresponding to this. Okay. പക്ഷെ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് it's modulated by this part. 2a cos pi k1 minus k2x എന്നുള്ള പാർട്ട് ആക്ച്വലി ഈ രണ്ടാമത്തെ പാർട്ടിന്റെ ആംപ്ലിറ്റ്യൂഡിനെ മോഡുലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദാറ്റ്സ് വാട്ട്സ് ഹാപ്പനിങ് ഹിയർ. ഓക്കെ. വേറെ രീതി പറയുകയാണെങ്കിൽ ഈ 2a cos pi k1 minus k2x എന്നുള്ളത് ഈ ഭാഗം മാത്രം പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക ഈ ഒരു എൻവലപ്പ് ആണ്. ഓക്കെ. 2a cos pi k1 minus k2 multiplied by x മാത്രം പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള എൻവലപ്പ് മാത്രമാണ് കിട്ടുക. ഓക്കെ. ഇത് രണ്ടും കൂടെ പ്ലോട്ട് ചെയ്യുമ്പോഴാണ് ഈ എൻവലപ്പ് അല്ലെങ്കിൽ ഈ പാർട്ട് മോഡുലേറ്റ് ചെയ്യുന്ന ഈ രീതിയിലുള്ള ഒരു വേരിയേഷൻസ് സ്ട്രിങ്ങിൽ നമുക്ക് കാണാൻ കഴിയും. Okay. So this is the result of superposition of two traveling waves of slightly different wavelengths. അതായത് ഈ സ്ട്രിങ് നമ്മൾ നോക്കുമ്പോൾ ഈ രീതിയിലുള്ള എൻവലപ്പിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൊഫൈൽ, റൈറ്റ്, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഷേപ്പ് റിജിഡ് ആയിട്ട് സ്ട്രിങ്ങിലൂടെ മൂവ് ചെയ്ത് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. റൈറ്റ്. നമ്മൾ ടൈം ഡിപ്പെൻഡൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രീതിയിലുള്ള ഒരു പ്രൊഫൈൽ റിജിഡ് ആയിട്ട് സ്ട്രിങ്ങിലൂടെ റൈറ്റിലേക്ക് മൂവ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുക. ഓക്കെ. അപ്പൊ ഇത് ഈ ഫംഗ്ഷൻ y ഈക്വൽ ടു 2a cos pi k1 minus k2x sin pi k1 plus k2x എന്നുള്ള പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് ഇങ്ങനെ ഒരു ഇതാണ് കിട്ടുക. റൈറ്റ്. അപ്പൊ മുൻപത്തെ പേജിലെ പ്ലോട്ട് കാണിച്ചിരുന്നു. ഓക്കെ. അപ്പൊ ഇതിന്റെ എൻവലപ്പ്, റൈറ്റ്, ഇത് ആക്ച്വലി നോക്കുമ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദിസ് പ്രൊഫൈൽ ഹാസ് എ ഷേപ്പ്. ദിസ് പ്രൊഫൈൽ ഹാസ് എ ഷേപ്പ്. ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇത് നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ദിസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ദ എൻവലപ്പ്. അതായത് ഈ ഭാഗം നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ 2a cos pi k1 minus k2x, റൈറ്റ്. ഇവിടെ k1 k2 എടുത്തതിന്റെ തന്നെ ഇതേ k1 k2ന്റെ ഡിഫറൻസ് ഇവിടെ വരുന്ന രീതിയിൽ 2a cos pi k1 minus k2x പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ള എൻവലപ്പ് കിട്ടും. ഓക്കെ. സോ ഈ ബ്ലൂ ലൈൻ, ഈ ചിത്രത്തിൽ കാണിക്കുന്ന ബ്ലൂ ലൈൻ, ഇറ്റ് കറസ്പോണ്ട്സ് ടു the plot of 2a cos pi k1 minus k2x. Alright. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മോഡുലേറ്റിംഗ് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. നമുക്ക് പറയാം ഈ ഒരു പാർട്ട് ഈ വേരിയേഷൻസിനെ മോഡുലേറ്റ് ചെയ്യുകയാണ്. ഇത് മാത്രം നോക്കുകയാണെങ്കിൽ ദീസ് ആർ സൈനുസോയിഡൽ വേരിയേഷൻസ് ലൈക്ക് ദാറ്റ്. ഓക്കെ. പക്ഷേ ഈ ഭാഗം, റൈറ്റ്, ഈ y എന്ന എഴുതിയുള്ള ഈ ആദ്യത്തെ ഭാഗം ഇതിനെ മോഡുലേറ്റ് ചെയ്യുകയാണ്. റൈറ്റ്. ഇതില്ലെങ്കിൽ ഈക്വൽ ആംപ്ലിറ്റ്യൂഡിലുള്ള സൈൻ വേവ്സ് ആണ് നമുക്ക് കാണാൻ കഴിയുക. റൈറ്റ്. അപ്പോൾ ഇവിടെ എൻവലപ്പ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ആക്ച്വലി 2a cos pi k1 minus k2x അതുപോലെ ഇതിന്റെ നെഗറ്റീവും കൂടെ ഇതിന്റെ കൂടെ പ്ലോട്ട് ചെയ്യണം. ഇതിൻ്റെയോടൊപ്പം തന്നെ 2a cos pi k1 minus k2x അതേപോലെ തന്നെ minus 2a cos pi k1 minus k2x പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് എൻവലപ്പ് കിട്ടും. റൈറ്റ്. അപ്പോൾ ഈ രീതിയിലുള്ള ചിത്രമാണ് കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടത്. ഇനി ഇതിൽ ഈ ബ്ലൂ ലൈൻ മാത്രം നോക്കുകയാണെങ്കിൽ, റൈറ്റ്, ഈ ബ്ലൂ ലൈൻ മാത്രം നമുക്ക് നോക്കാം. അപ്പൊ അത് തന്നെ ഒരു സൈൻ വേവ് പോലെയാണ് അല്ലെ. ബ്ലൂ ലൈൻ മാത്രം നോക്കുകയാണെങ്കിൽ അത് തന്നെ
ഒരു സൈൻ വേവ് ആണ്, റൈറ്റ്, ഒരു സൈനസോയിഡൽ വേരിയേഷൻ ആണ്. ഓക്കെ, അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, ഒരു പീക്കിൽ നിന്ന് അതിന്റെ അടുത്ത പീക്ക് വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, നമ്മൾ ഈ വേവ് ആണ് നോക്കുന്നത്. അതായത് 2a cos pi k1 minus k2x എന്നുള്ള വേവ് ആണ് നോക്കുന്നത്. അത് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പൊ അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഈ പീക്ക് ടു പീക്ക് ഡിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ ഈ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ദിസ് വുഡ് ബി ദ വേവ് ലെങ്ത്. ഓക്കെ, ഇതൊരു വേവ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് ഇതായിരിക്കും. റൈറ്റ്, അതായത് ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ബ്ലൂ ലൈൻ ആണ് ഞാൻ പറയുന്നത്. ഈ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഈ പോയിന്റിലേക്ക് എത്തി. അപ്പോൾ ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ആയി. റൈറ്റ്, ഇറ്റ് ഗോസ് ലൈക്ക് ദാറ്റ്. ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആർഗ്യുമെന്റ്, റൈറ്റ്, ഈ ഫംഗ്ഷനാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ആകുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആർഗ്യുമെന്റ് ഈ പൈ k1 മൈനസ് k2x എന്നുള്ളത് ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് ബൈ 2π റേഡിയൻസ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതായത് ഒരു സൈക്കിൾ, വൺ കംപ്ലീറ്റ് സൈക്കിൾ കറസ്പോണ്ട്സ് ടു 2π റേഡിയൻസ്. ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തത് 2a cos pi k1 minus k2x ആണ്. Alright, അപ്പോൾ ഒരു ഫുൾ സൈക്കിൾ കറസ്പോണ്ട്സ് ടു ചേഞ്ച് ഇൻ ദിസ് ആർഗ്യുമെന്റ് ബൈ 2π. ചേഞ്ച് ഇൻ ദിസ് ആർഗ്യുമെന്റ് ബൈ 2π. ഓക്കെ, ഇനി ഈ ഇതിന്റെ ഹാഫ് ഡിസ്റ്റൻസ്, റൈറ്റ്, ഈ 2π റേഡിയൻസിന് കറസ്പോണ്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് അതിന്റെ വേവ് ലെങ്ത്. ഇതിനെ വേവ് ആയിട്ട് കണക്കാക്കാൻ അതിന്റെ വേവ് ലെങ്ത് അതാണ്. റൈറ്റ്, ഇതിന്റെ ഹാഫ് ഡിസ്റ്റൻസ്, അതായത് പൈ റേഡിയൻസ്, ഈ ആർഗ്യുമെന്റ് പൈ റേഡിയൻസ് ചേഞ്ച് ചെയ്യുന്നതിന് കറസ്പോണ്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്. റൈറ്റ്, ഇതിനെ നമുക്ക് ക്യാപിറ്റൽ ഡി എന്ന് വിളിക്കാം. റൈറ്റ്, അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇതൊരു വേവ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിന്റെ ഹാഫ് വേവ് ലെങ്ത്. ഇതിനെ നമുക്ക് ക്യാപിറ്റൽ ഡി എന്ന് വിളിക്കാം. റൈറ്റ്, ഇറ്റ്സ് ഓൾസോ ദ സെയിം ആസ് ദിസ് ഡിസ്റ്റൻസ്. ഈ രണ്ട് കോൺസിക്യൂട്ടീവ് പീക്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് സെയിം ആണ്. ഓക്കെ, കാരണം ഫുൾ വേവ് ഇവിടെ വരെയാണ്. റൈറ്റ്, ഫുൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഈ ലൈൻ ആണെങ്കിൽ ദിസ് വുഡ് കറസ്പോണ്ട് ടു എ ചേഞ്ച് ഇൻ 2π റേഡിയൻസ് ഓഫ് ദ ആർഗ്യുമെന്റ്സ്. റൈറ്റ്, അതിന്റെ ഹാഫ് എന്ന് പറയുന്നത് ദിസ് വുഡ് കറസ്പോണ്ട് ടു എ ചേഞ്ച് ഇൻ പൈ റേഡിയൻസ് ഓഫ് ദ ആർഗ്യുമെന്റ്. ഓക്കെ, അപ്പോൾ ഈ ആർഗ്യുമെന്റ് പൈ റേഡിയൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ, ഓക്കെ, പൈ റേഡിയൻസ് ചേഞ്ച് ചെയ്യാൻ എക്സിനെ എത്രത്തോളം ചേഞ്ച് ചെയ്യണം? ഹൗ മച്ച് ഷുഡ് വി ചേഞ്ച് എക്സ് സോ ദാറ്റ് ദിസ് എൻറ്റയർ ആർഗ്യുമെന്റ് ചേഞ്ചസ് ബൈ പൈ? അതായത് ഒരു ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആകുക എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഫ്രം പീക്ക് ടു പീക്ക് ഓഫ് ദ മോഡുലേറ്റിംഗ് ഫാക്ടർ, it is the change of x corresponding to an increase of pi in the quantity pi k1 minus k2 x. Okay, so what's the change of x in such a way that this entire argument changes by pi? Alright, ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ, ഈ ചേഞ്ച് ഓഫ് എക്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഡി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ഡിമാൻഡ് എന്താണ്? വി ആർ ഡിമാൻഡിങ് പൈ മൾട്ടിപ്ലൈഡ് ബൈ k1 മൈനസ് k2. റൈറ്റ്, എക്സ് എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, വി ആർ സെയിങ് എക്സ് എന്നുള്ളതിനെ എക്സ് പ്ലസ് ഡിയിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കണം? ഈ എൻറ്റയർ ആർഗ്യുമെന്റ് പൈ ചേഞ്ച് ചെയ്യണം. ദിസ് എൻറ്റയർ ആർഗ്യുമെന്റ് ഷുഡ് ചേഞ്ച് ബൈ പൈ. റൈറ്റ്, സോ ദിസ് ഹാസ് ടു ബി ഈക്വൽ ടു പൈ k1 മൈനസ് k2 മൾട്ടിപ്ലൈഡ് ബൈ എക്സ് പ്ലസ് പൈ. ഓക്കെ, ഈ എൻറ്റയർ ആർഗ്യുമെന്റ് പൈ ചേഞ്ച് ചെയ്യണം. എക്സ് എന്ന് പറയുന്നത് വി ആർ സ്റ്റാർട്ടിങ് അറ്റ് സം പോയിന്റ് എക്സ്. റൈറ്റ്, ഇതിനെ x1 എന്ന് വിളിക്കാം. എക്സ് എന്നുള്ള പോയിന്റ് സ്റ്റാർട്ട് ചെയ്തു. x1 പ്ലസ് ഡി എന്നുള്ള ഡിസ്റ്റൻസ് എടുത്ത് നോക്കുമ്പോൾ എന്ത് സംഭവിക്കണം? ദിസ് എൻറ്റയർ ആർഗ്യുമെന്റ് ഷുഡ് ചേഞ്ച് ബൈ പൈ. റൈറ്റ്, അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് സൈഡും കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും, ഈ എക്സ് പ്ലസ് ഡി എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ പൈ k1 മൈനസ് k2 എക്സ് ഉണ്ട്, ഇവിടെയും പൈ k1 മൈനസ് k2 എക്സ് ഉണ്ട്. റൈറ്റ്, പിന്നെ നമുക്ക് ബാക്കിയുള്ളത് pi k1 minus k2 multiplied by d has to be equal to pi. Alright, അതായത് ഇതിനെ ഇങ്ങനെ എഴുതാണ്, pi k1 minus k2 x plus pi k1 minus k2 d. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ദിസ് ഇസ് ഈക്വൽ ടു pi k1 minus k2 x plus pi. Alright, ഇവിടെയുള്ള pi k1 minus k2 x ഉം ഈ pi k1 minus k2 x ഉം ക്യാൻസൽ ചെയ്യും. ബാക്കിയുള്ളത് pi k1 minus k2 multiplied by d is equal to pi. Alright, pi ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ we get this relation for d. D is equal to 1 divided by k1 minus k2. Okay, അപ്പോൾ d യുടെ ഡെഫിനേഷനും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തെന്നുള്ളത് മനസ്സിലായെന്ന് കരുതുന്നു. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. d is equal to 1 divided by k1 minus k2.
ഇത് നമുക്ക് ഈ രീതിയിൽ എഴുതാം. ബിക്കോസ് k1 വാസ് ഡിഫൈൻഡ് ടു ബി 1 ഡിവൈഡഡ് ബൈ ലാംഡ 1. അപ്പോൾ ഇതിനെ നമുക്ക് 1 ഡിവൈഡഡ് ബൈ 1 ബൈ ലാംഡ 1 മൈനസ് 1 ബൈ ലാംഡ 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിനെ ഡിനോമിനേറ്ററിൽ LCM എടുക്കുകയാണെങ്കിൽ this becomes 1 divided by lambda 2 minus lambda 1 divided by lambda 1 lambda 2. Okay, so this is equal to lambda 1 lambda 2 divided by lambda 2 minus lambda 1. Right, so this is d is equal to lambda 1 lambda 2 divided by lambda 2 minus lambda 1. Okay, ഇനി ഈ വേവ് ലെങ്സ് ഏകദേശം ഈക്വൽ ആണെങ്കിൽ, റൈറ്റ്, ഈ വേവ് ലെങ്സ് ഏകദേശം ഈക്വൽ ആണെങ്കിൽ നമുക്കിതിനെ ലാംഡ 1 എന്നുള്ളതിനെ ലാംഡ എന്നും, ലാംഡ 1 എന്നുള്ളതിന് പകരം സിംപ്ലി ലാംഡ എന്നും, ലാംഡ 2 എന്നുള്ളതിന് പകരം ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡ എന്നും എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ if that's the case, then we can write d as d is equal to lambda multiplied by lambda plus delta lambda. Right, ഇതാണ് ലാംഡ 1, ഇതാണ് ലാംഡ 2. Okay, so it's lambda multiplied by lambda plus delta lambda divided by lambda 2 minus lambda 1, അത് delta lambda ആണ്. Okay, so this is equal to lambda square plus lambda delta lambda divided by delta lambda. Okay, so നമ്മുടെ second term first termനെക്കാളും വളരെ ചെറുതാണ്. So we can make this approximation. We'll say that this is almost equal to lambda square divided by delta lambda. Okay, ഇവിടെ രണ്ടാമത്തെ ടേം നമ്മൾ നെഗ്ലക്ട് ചെയ്ത ടേം വരുന്നത് this is equal to lambda delta lambda divided by delta lambda ആണ്. അപ്പോൾ നെഗ്ലക്ട് ചെയ്ത ടേം ലാംഡ ആണ്. Okay, so actually it would be lambda square divided by delta lambda plus lambda. Okay, പക്ഷേ ലാംഡക്കാളും വളരെ വലുതാണ് ലാംഡ സ്ക്വയർ, and then you are dividing it with a still smaller quantity, right? So this can be considered to be a big quantity, and we can simply approximate d to be lambda square divided by delta lambda. Okay, so we have got d is equal to lambda square divided by delta lambda. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ലാംഡ മൾട്ടിപ്ലൈഡ് ബൈ ലാംഡ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ലാംഡ. ഓക്കെ, ലാംഡ എന്ന് പറയുന്ന ഒരു വേവ് ലെങ്ത് ആണ്. നമ്മൾ ഇനീഷ്യലി എടുത്ത വേവിന്റെ ഒരു ലാംഡ 1 ഉള്ള വേവ് ലെങ്ത് ആണ് ഈ ലാംഡ. ലാംഡ 1 എന്നുള്ളതിന് പകരം നമ്മൾ ലാംഡ എന്ന് എഴുതി. സോ ദിസ് ഇസ് 1 വേവ് ലെങ്ത്. റൈറ്റ്, അപ്പൊ ഈ വേവ് ലെങ്ത്തിനെ ഒരു ഫാക്ടർ ഉണ്ട്, ലാംഡ ഡിവൈഡ് ബൈ ഡെൽറ്റ ലാംഡ എന്നുള്ള ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് d എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ this lambda divided by delta lambda is equal to d divided by lambda. അത് d എന്നുള്ള ഡിസ്റ്റൻസിനെ വേവ് ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലാംഡ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ലാംഡ എന്നുള്ളത് കിട്ടുന്നത്. ഓക്കെ, അതായത് d എന്നുള്ള ഡിസ്റ്റൻസിൽ എത്ര വേവ് ലെങ്ത്സ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ലാംഡ ഡിവൈഡ് ബൈ ഡെൽറ്റ ലാംഡ പറഞ്ഞു തരുന്നത് അപ്രോക്സിമേറ്റ്ലി. So this means that a number of wavelengths given approximately by lambda divided by delta lambda is contained between successive zeros of the modulation envelope. നമ്മൾ modulation envelopeന്റെ successive zeros അല്ലെങ്കിൽ successive peaks എടുക്കുകയാണെങ്കിൽ ആ ഡിസ്റ്റൻസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് വേവ് ലെങ്ത്സ്, അതാണ് ലാംഡ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ലാംഡ. Alright, now we can produce such superposed traveling waves on a string by imposing two different frequencies and amplitudes of vibration simultaneously at one end of the string. നമ്മൾ മുൻപത്തെ ചിത്രത്തിലെ കണ്ടുപോലെയുള്ള സൂപ്പർപോസ്റ്റ് ട്രാവലിംഗ് വേവ്സ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള സൂപ്പർപോസ്റ്റ് ആയിട്ടുള്ള പ്രൊഫൈൽസ് ഒരു സ്ട്രിങ്ങിൽ കൺസ്ട്രക്ട് ചെയ്യാൻ എളുപ്പമാണ്. റൈറ്റ്, വി ജസ്റ്റ് ഇമ്പോസ് ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ സൈമിൾട്ടേനിയസ്ലി അറ്റ് വൺ എൻഡ് ഓഫ് ദ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിന്റെ ഒരു എൻഡിൽ ഡിഫറെന്റ് ഫ്രീക്വൻസീസിലുള്ള വൈബ്രേഷൻസ് സൈമിൾട്ടേനിയസ് ആയിട്ട് കൊടുത്താൽ മതി. Right, and then we'll see these sorts of superposed profiles or superposed traveling waves on a string. ഈ കാര്യം മാത്തമാറ്റിക്കൽ ആയിട്ട് കാണാൻ let's again look at a particular point along the string. സ്ട്രിങ്ങിലുള്ള പെർട്ടിക്കുലർ പോയിന്റ്, ഉദാഹരണത്തിന് നമ്മൾ വൈബ്രേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന x equal to 0 എന്നുള്ള പോയിന്റ് മാത്രം നോക്കാം. Right, so we are just looking at one point. Right, x equal to 0 എന്നുള്ള പോയിന്റിൽ മാത്രമാണ് നോക്കുന്നത്. Right, അപ്പോൾ നമുക്ക് y0 of t എന്നുള്ളതിന് ഇങ്ങനെ എഴുതാം, അതായത് x0 equal to 0 എന്നുള്ള നമ്മുടെ നേരത്തെ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. and then we can write y0 as minus a sin 2 pi vt divided by lambda 1 plus sin 2 pi vt divided by lambda 2. അതായത് y1 y2 രണ്ടും ഈ ഫോമിലുള്ളായിരുന്നു. y is equal to a sin 2 pi divided by lambda 1 x minus vt ഈ ഫോമിലായിരുന്നു. റൈറ്റ്, അപ്പോൾ ഇതിൽ x 0 ഇടുന്ന സമയത്ത് you get a minus sign here, and sin of minus x is minus sin x. That's why we have a minus sign here. Alright, അപ്പോൾ അങ്ങനെയുള്ള
രണ്ട് വേവ്സ്, റൈറ്റ്, ഈ രീതിയിലുള്ള രണ്ട് വേവ്സിനെ നമ്മൾ സൂപ്പർപോസ് ചെയ്യാണ്. ആൻഡ് വി ആർ ലുക്കിംഗ് അറ്റ് ദ പെർട്ടിക്കുലർ ബിഹേവിയർ അറ്റ് എക്സ് ഈക്വൽ ടു 0. റൈറ്റ്, ഇനി ഇവിടെ ഇപ്പൊ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഈ 2πv/λ1, ഈ 2πv ഡിവൈഡഡ് ബൈ ലാംഡ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം. ദിസ് ഇസ് 2πv ഇസ് ലാംഡ ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, ഹിയർ ഓൾസോ വി ഹാവ് എ ലാംഡ. v എന്ന് പറയുന്നത് ലാംഡ ഡിവൈഡ് ബൈ ടി ആണ്. സോ ദിസ് ഇസ് 2π/t. വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഒമേഗ. ഓൾറൈറ്റ്, അപ്പൊ ഇതിനെ നമുക്ക് ω1t എന്നും ഇതിനെ ω2t എന്നും എഴുതാം. അതായത് y0 of t, right, the time dependent oscillations or the time dependent displacements at x equal to 0 is given as minus a sin ω1t plus sin ω2t. Alright, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കാണുന്നത്, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് this is a time dependent disturbance. This is a time dependent disturbance at x equal to 0. Alright, അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത്, ഇത് കാരണം സംഭവിക്കുന്ന ഈ രീതിയിലുള്ള വൈബ്രേഷൻസ് കാരണം സംഭവിക്കുന്ന സ്ട്രിങ്ങിലുള്ള വേവ് ഫോംസ് ആണ്. ഓക്കെ, അപ്പോൾ വാട്ട് വി ഗെറ്റ് ഡ്യൂ ടു ദീസ് ഓസിലേഷൻസ്, സ്ട്രിങ്ങിന്റെ അറ്റത്ത് ഈ തരത്തിലുള്ള ഓസിലേഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സ്ട്രിങ്ങിലൂടെ ഉള്ള ഒരു വേവ് മോഷൻ ആണ്. റൈറ്റ്, ഇനി അറ്റ് എ പെർട്ടിക്കുലർ ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത് എക്സ് ഈക്വൽ ടു 0 ഈ രീതിയിലുള്ള വൈബ്രേഷൻസ് ഇനീഷ്യലി കൊടുത്തു. ഓക്കെ, and after some time you are taking a snapshot and you see that you have a space dependent variation of displacement on the string. Okay, so we can say that a time dependent disturbance at the source, which is given as y0 of t, it generates a space dependent disturbance in the medium. Space dependent disturbance in the medium, അതായത് y of x. Alright, നമ്മൾ y of x നേരത്തെ എഴുതിയ കാര്യം തന്നെ. Alright, അപ്പോൾ ഇത് സൗണ്ട് വേവ്സിന്റെ കാര്യത്തിൽ ഈ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് വളരെ ഭംഗിയായിട്ട് കാണാൻ കഴിയുള്ളൂ. റൈറ്റ്, ഇറ്റ്സ് ബ്യൂട്ടിഫുള്ളി ഇല്ലസ്ട്രേറ്റഡ് ബൈ സൗണ്ട് വേവ്സ്. So let's look at the particular example of transmission of sound from a source to a receiver. Source ഉണ്ട്, receiver ഉണ്ട്. സോഴ്സിൽ നിന്ന് റിസീവറിലേക്കുള്ള ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞ പ്രിൻസിപ്പിളിന്റെ ഒരു ഡ്യുവൽ ആപ്ലിക്കേഷൻ ആണുള്ളത്. ഓക്കെ, വി സീ ഇറ്റ് ബീങ് അപ്ലൈഡ് ട്വൈസ്. അതായത് പ്രിൻസിപ്പിൾ ഇതായിരുന്നു, ഒരു ടൈം ഡിപ്പെൻഡന്റ് ഡിസ്റ്റർബൻസ്, okay, results in a space dependent disturbance. അതായത് a time dependent disturbance at the source, ഒരു മീഡിയത്തിൽ ഒരു സോഴ്സ് ഉണ്ടെന്ന് കരുതുക. സോഴ്സിലുള്ള ഒരു ടൈം ഡിപ്പെൻഡന്റ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ആ മീഡിയത്തിന്റെ സ്പേസ് ഡിപ്പെൻഡന്റ് അല്ലെങ്കിൽ മീഡിയത്തിലുള്ള സ്പേസ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസസ് ആയിട്ട് മാറുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതിനുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്കൊരു സോഴ്സ് ഓഫ് സൗണ്ട് ഉണ്ടെന്ന് കരുതുക. Right, transmission of sound in the air, we have a source of sound. It could be a loudspeaker, it could be a person talking, whatever. We have a source of sound. All right, അപ്പോൾ സോഴ്സ് ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആർ ജസ്റ്റ് ഗിവിംഗ് എ ടൈം ഡിപ്പെൻഡന്റ് വേരിയേഷൻ. അത് നമ്മുടെ ചുറ്റുമുള്ള എയർ മോളിക്യൂൾ അല്ലെങ്കിൽ മീഡിയം, റൈറ്റ്, എയർ മോളിക്യൂൾസിന് അല്ലെങ്കിൽ മീഡിയത്തിന് നമ്മൾ കൊടുക്കുന്നത് വി ആർ പ്രൊവൈഡിങ് വേരിയേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് ടൈം. റൈറ്റ്, ടൈമിനനുസരിച്ച് ഇവിടെ ഈ എയർ മോളിക്യൂൾസിന് നമ്മൾ വേരിയേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Alright, അപ്പോൾ ഇതിന്റെ റിസൾട്ട് ആയിട്ട് എന്താ സംഭവിക്കുന്നത്? As a result, a train of sound waves is set up. Okay, a train of sound waves is set up and travels away from the source. Alright, അപ്പോൾ ഈ വേവ്സ്, ട്രാവലിംഗ് വേവ്സ് സോഴ്സിൽ നിന്ന് അകന്നകന്നു പോകും. Alright, അപ്പോൾ ഈ അകന്നകന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ബിക്കംസ്, നമ്മൾ കൊടുത്ത ഇനീഷ്യേറ്റ് ചെയ്ത ടൈം ഡിപ്പെൻഡന്റ് വൈബ്രേഷൻസ് എന്ന് പറയുന്നത് മീഡിയത്തിന്റെ സ്പേസ് ഡിപ്പെൻഡന്റ് വൈബ്രേഷൻസ് ആയിട്ട് മാറുകയാണ്. Alright, okay, അപ്പോൾ ഈ ഒരു വൈബ്രേഷൻസ് we can see as a function of position. Alright, we can see it moving with position. Alright, and at some later time these waves or some portion of them, alright, അപ്പോൾ ഈ ട്രാവൽ ചെയ്ത വേവ്സ് എവിടെ എത്തും? It falls upon a detector. It could be your ear, നമ്മുടെ ചെവിയാകാം. Alright, അപ്പോൾ വീണ്ടും അവിടെ എന്താ സംഭവിക്കുന്നത്? Right, അപ്പോൾ നമ്മുടെ ഇയർ ഡ്രം, ഉദാഹരണത്തിന് നമ്മുടെ ഇയർ ഡ്രമ്മിലാണ് എത്തുന്നതെങ്കിൽ the eardrum will start vibrating according to this frequency. Alright, ഇതിനനുസരിച്ച് നമ്മുടെ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടെ വീണ്ടും എന്താ സംഭവിക്കുന്നത്? Again we have a time dependent displacement. അത് നമ്മുടെ ഇയർ ഡ്രം ടൈം ഡിപ്പെൻഡന്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Alright, which ideally has exactly the same form as that which occurred at the source. Alright, നമ്മുടെ
ഇയർ ഡ്രമ്മിന്റെ ടൈം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് സോഴ്സിൽ ഉണ്ടായ ടൈം ഡിപ്പെൻഡന്റ് വേരിയേഷന് ഐഡന്റിക്കൽ ആയിരിക്കും. റൈറ്റ്. അപ്പോൾ സോഴ്സിൽ ഉണ്ടായിരുന്ന ടൈം ഡിപ്പെൻഡന്റ് വൈബ്രേഷൻസ് മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വീണ്ടും റിസീവർ എൻഡിലുള്ള ടൈം ഡിപ്പെൻഡന്റ് വേരിയേഷൻസ് ആയിട്ട് വീണ്ടും റീകൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. റൈറ്റ്. സോ യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഐഡിയലി ഇതിന് രണ്ടിനും സെയിം ഫോം ആയിരിക്കും. അതിൽ സോഴ്സിലുള്ള ടൈം ഡിപ്പെൻഡന്റ് വൈബ്രേഷൻസിന്റെയും റിസീവർ എൻഡിലുള്ള ടൈം ഡിപ്പെൻഡന്റ് വൈബ്രേഷൻസിന്റെയും ഫോം സെയിം ആയിരിക്കും. റൈറ്റ്. അങ്ങനെ അല്ലെങ്കിൽ വി കനോട്ട് വി കനോട്ട് ക്ലിയർലി മേക്ക് ഔട്ട്, വി കനോട്ട് ക്ലിയർലി ഡീകോഡ് ദ ഇൻഫർമേഷൻ. ഇപ്പോൾ ഒരാളൊരു അറ്റത്ത് നിന്ന് എന്തെങ്കിലും വിളിച്ച് പറയുകയാണെന്ന് കരുതുക. റൈറ്റ്. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അതേ ഫോമിൽ തന്നെ വിളിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻസിന്റെ അതേ ഫോമിൽ തന്നെ നമ്മുടെ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്താൽ മാത്രമേ ആൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സോ ദാറ്റ്സ് ദ ഐഡിയൽ കേസ്. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ വിൽ ഹിയർ സംതിങ് ബട്ട് ദെൻ വി വുഡന്റ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ബീങ് സെഡ്. ദീസ് ആർ എ ഫ്യൂ എക്സാമ്പിൾസ്. ഓരോ ഇൻസ്ട്രുമെന്റ്സിൽ അല്ലെങ്കിൽ ഓരോ ഇൻസ്ട്രുമെന്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേൺ, റിപ്പീറ്റിംഗ് പാറ്റേൺസ് ആണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ഫ്ലൂട്ട്. ഫ്ലൂട്ട് വഴി കൺസ്ട്രക്ട് ചെയ്യുന്ന റിപ്പീറ്റിംഗ് പാറ്റേൺസ് ആണ്. This is for a clarinet, and this is for a saxophone, and this is for an oboe. I don't exactly know what most of these are. These are all musical instruments. You can Google them, if you want to know what kind of instruments they are. Okay, but the important thing is that these instruments are generating patterns like this, patterns that repeat themselves over and over again. Okay, ഇപ്പോൾ ചിത്രത്തിലുള്ള പാറ്റേൺ എന്ന് പറയുന്നത് റിസീവറിന്റെ റെസ്പോൺസ് ആണ്. അതായത് റിസീവർ എൻഡിലുള്ള ടൈം ഡിപ്പെൻഡന്റ് ഓസിലേഷൻസിന്റെ ഫോം ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷെ റിസീവർ എൻഡിൽ ഇങ്ങനെ ടൈം ഡിപ്പെൻഡന്റ് ഓസിലേഷൻസ് ഉണ്ടാവണമെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള മീഡിയത്തിൽ ഈ സ്പേസ് ഡിപ്പെൻഡന്റ് ഡിസ്റ്റർബൻസസ് ഉണ്ടായിരുന്നിരിക്കണം. സോ വി ക്യാൻ ഇമാജിൻ അറ്റ് എനി ഇൻസ്റ്റന്റ് എ ഡിസ്റ്റർബൻസ് ഓഫ് ദ എയർ പീരിയോഡിക് ഇൻ ഡിസ്റ്റൻസ് ടു വിച്ച് ദ റിസീവ്ഡ് സിഗ്നൽ കറസ്പോണ്ട്സ്. അതായത് റിസീവിംഗ് എൻഡിലുള്ള ടൈം ഡിപ്പെൻഡന്റ് വേരിയേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ ഇടയിലുള്ള മീഡിയത്തിലുള്ള സ്പേസ് ഡിപ്പെൻഡന്റ് വൈബ്രേഷൻസ് അല്ലെ സ്പേസ് ഡിപ്പെൻഡന്റ് ഡിസ്റ്റർബൻസസ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയും. Alright, so that's how the sound or the music reaches the receiver from the source. Alright, it reaches through the medium, through the medium. അപ്പോൾ ഇത് ട്രാവൽ ചെയ്യുന്നത് ഈ മീഡിയത്തിലുള്ള സ്പേസ് ഡിപ്പെൻഡന്റ് വൈബ്രേഷൻസ് ആയിട്ടാണ്. Okay, with that we'll conclude our discussion of superposition. Thank you.